ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. വിമലും മഹേഷും ചേർന്ന് സംസാരിക്കുന്നത് വാസു കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാസു വന്നിട്ട് വിമലിനെ ചോദ്യം ചെയ്യാണ്. അപ്പോഴേക്കും മഹേഷ് അവിടുന്ന് പോയിട്ടുണ്ട്. നീ മഹേഷിൻ്റെ കൂട്ടാളിയല്ലേ, നിന്നെയും പോലീസ് പിടിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്ന സമയത്ത് പേടിച്ചുകൊണ്ട് വിമൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം മേഘ വന്നിട്ട് മഹേഷിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടായാലും സാരമില്ല, ഈ ഫോട്ടോയിൽ കാണുന്ന സിദ്ധാർത്ഥിൻ്റെ രൂപത്തിലുള്ളൊരു മാസ്ക് മഹേഷിന് വേണ്ടി നീ തയ്യാറാക്കണം. കാണുമ്പോൾ സിദ്ധാർത്ഥിനെ പോലെ തന്നെ തോന്നണം. ആർക്കും മഹേഷിനെ കണ്ട സംശയം തോന്നരുത്. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ ഫേസ് കട്ടുള്ള മാസ്ക് ഉണ്ടാക്കിയിട്ട് മഹേഷിന് വെച്ചതുവരെയുള്ള കാര്യങ്ങൾ വിമൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസു ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇതിനെല്ലാത്തിനും പിറകിൽ മേഘയാണെന്ന് കൂടി അറിഞ്ഞതോടെ അയാൾ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. അയാൾ വിമലിൻ്റെ കവളത്ത് നോക്കിയിട്ടൊരു തല്ലു കൊടുത്തിട്ട് പറയുന്നുണ്ട്, വൃത്തികെട്ടവനെ, മേഘ പറഞ്ഞു എന്ന് കരുതി എന്ത് കാര്യവും നീ ചെയ്തു കൊടുക്കുമോ? നീ കാത്തിരുന്നോ, എല്ലാവരെയും അറിയിച്ചിട്ട് മഹേഷിനൊപ്പം ഞാൻ നിന്നെയും ജയിലിലേക്ക് പറഞ്ഞു വിടും. ആദ്യം ഇതിനൊക്കെ കാരണക്കാരിയായ മേഘയെ ഞാൻ കണ്ടെത്തട്ടെ. ഞങ്ങളുടെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മേഘ ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? അവളുടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, നീയും വാ എന്ന് പറഞ്ഞിട്ട് വിമലിനെ പിടിക്കുകയാണ്. പറയടാ, ആ മേഘ ഇപ്പം എവിടെയാണ് ഉള്ളത്? സാർ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് വിമൽ മേഘ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതേസമയം വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകിയും അതുപോലെ ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ചേർന്നിട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മലര് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്താ മോളെ, മുത്തശ്ശൻ ഇപ്പോൾ ഫ്രീ ആണോ? എന്തിനാടാ, പറ മുത്തശ്ശ. അപ്പോൾ ലക്ഷ്മിയാണ് പറയുന്നത്, നിൻ്റെ മുത്തശ്ശൻ ഫ്രീ ആണ്, അങ്ങനെയാണെങ്കിൽ എന്നെ കുതിരസവാരി കൂട്ടിയിട്ട് പോ മുത്തശ്ശ. അത് കേട്ടതും മഹേന്ദ്ര ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത 8ൻ്റെ പണിയായിട്ടാണ് മലര് വന്നിട്ടുള്ളത്. പക്ഷേ ലക്ഷ്മിയും ജാനകിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് മഹേന്ദ്രനുള്ള പണി കിട്ടിയപ്പോൾ. അപ്പോൾ മഹേന്ദ്രൻ നിസ്സഹായാവസ്ഥയോടെ ലക്ഷ്മിയെ നോക്കുന്നുണ്ട്. ഏട്ടന് നല്ല പണി കിട്ടിയിട്ടുണ്ട്, ലക്ഷ്മി പറയാണ്. കുതിരസവാരി ഒന്നും വേണ്ടടാ, അതും ഈ സമയത്ത്. മഹേന്ദ്രൻ പേടിച്ചോട് പറയാണ്. കാരണം മലറിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവളെ ചുമലിലേറ്റുന്ന സമയത്ത് അയാൾക്ക് മുതുക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മലര് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശനോട് പറ മുത്തശ്ശി എന്നെ കുതിരസവാരി കൂട്ടിക്കൊണ്ടു പോവാൻ. അപ്പോൾ മഹേന്ദ്രൻ മലറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏയ് ഈ കുതിര വയസ്സായ കുതിരയാണ്, ഇതിനെ കൊണ്ട് പെട്ടെന്നൊന്നും ഓടാനും ചാടാനും ഒന്നും കഴിയില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് അതുവഴി പാസ് ചെയ്ത് പോകുന്നത് മഹേന്ദ്രൻ ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് പറക്കുന്ന ഒരു കുതിര വരുന്നുണ്ട്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല. ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്ന കേട്ട് സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് വരുന്നതാണ്. സിദ്ധുവിനുള്ള മുട്ടം പണിയാണ് മഹേന്ദ്രൻ കൊടുക്കുന്നതെന്ന് മനസ്സിലായിട്ട് ജാനകിയും ലക്ഷ്മിയാണെങ്കിൽ വായി പൊത്തിച്ചിരിക്കുന്നുണ്ട്. ആ കുതിരയുടെ മേലെ കയറിയാ മോക്ക് എല്ലായിടത്തും പറന്നു പോവാം, മഹേന്ദ്രൻ സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ട് പറയാണ്. ഏട്ടൻ സിദ്ധുവിനിട്ട് നല്ല മുട്ടം പണിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ജാനകി പിറുവിറുക്കുകയാണ് ചിരിച്ചുകൊണ്ട്. അപ്പോഴേക്കും സിദ്ധു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മാമ, എന്നെക്കുറിച്ച് മലറിനോട് എന്താ പറയുന്നത്? നിൻ്റെ മോള് എന്നോട് കുതിരസവാരി നടത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നേക്കാളും നല്ലത് നിൻ്റെ അച്ഛനാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അയ്യയ്യോ, എന്താ മാമ എനിക്കിട്ട് പണി തന്നത്? അപ്പോൾ മഹേന്ദ്രൻ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏയ് ചെറിയ കുട്ടിയല്ലടാ, അവൾ ആഗ്രഹിക്കുന്നതല്ലേ, അവളെ നീ കൂട്ടിക്കൊണ്ട് പോയി കുതിരസവാരി നടത്തി കൊടുക്ക്. ലക്ഷ്മിയും പറയാണ്, അത് നല്ലതല്ലേ. അപ്പോൾ മലരാണെങ്കിൽ അടുത്തത് സിദ്ധു ആണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്നെ കുതിരസവാരി എടുത്തിട്ട് പോ അച്ഛാ. മലർ, ഇപ്പം ഈ വീട്ടിൽ നല്ലൊരു കുതിരയുണ്ട്, ആ കുതിരയുടെ മേൽ നീ സവാരി നടത്തിയെന്ന് വെച്ചോ, നിനക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ്, അതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട്. അപ്പം മലരും ചോദിക്കുന്നുണ്ട്, അതേത് കുതിരയാച്ചാ? അപ്പോഴാണ് എല്ലാവർക്കും ഉള്ള കോഫിയായിട്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രികയെ കാണിച്ചുകൊണ്ടാണ് സിദ്ധു പറയുന്നത്, ദാ അങ്ങോട്ടേക്ക് നോക്ക്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ചന്ദ്രികയെ കണ്ടതും എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നത്? ചന്ദ്രിക ഓരോരുത്തർക്കും കോഫി എടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം മലരാണ് പറഞ്ഞു കൊടുത്തത്, അച്ഛൻ പറഞ്ഞു അമ്മ കുതിരയാണെന്ന്. സിദ്ധു ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞതല്ലേ, നോക്കച്ചാ അദ്ദേഹം എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന്. സിദ്ധു നിന്നെ കളിയാക്കിയതല്ലേ, അപ്പോൾ നീ അവൻ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം, മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യോ മാമ, ഇനി നിങ്ങൾ വരെ പറഞ്ഞു കൊടുക്കണം അവളെനിക്ക് പണി തരാൻ വേണ്ടിയിട്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി ചന്ദ്രികയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ തലക്കിട്ട് കിഴക്ക് കൊടുക്കുകയാണ്. സിദ്ധു വേദന കൊണ്ട് പൊളയാണ്. അവൻ പറയുന്നുണ്ട്, അയ്യോ മതി ചന്ദ്രിക, അമ്മായി നിങ്ങളെങ്കിലും ഒന്ന് പറ നിർത്താൻ വേണ്ടിയിട്ട്. മതി ചന്ദ്രിക. എല്ലാവരും പറഞ്ഞപ്പോഴേക്കും ചന്ദ്രിക നിർത്തിയിട്ട് വയ്ക്കും, മതിയായില്ലേ, വേദന എടുത്തില്ലേ നന്നായിട്ട്? ഇനി മേലൽ എന്നെ ഇതുപോലെ വിളിച്ചു കഴിഞ്ഞ് എന്നെ കളിയാക്കിയാ മലര് മാത്രമല്ല ഞാൻ കൂടി സാറിൻ്റെ മേലെ കയറി കുതിരസവാരി നടത്തും. അയ്യയ്യോ, ചന്ദ്രികയുടെ സംസാരം കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അതുപോലെ തന്നെ.
അപ്പോൾ ചന്ദ്രിക മലറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മലർ നീ നിൻ്റെ അച്ഛൻ്റെ മേലെ തന്നെ കയറി കുതിരസവാരി നടത്തിക്കോ, ഇന്ന് രാത്രി മൊത്തം ഇദ്ദേഹത്തെ വെറുതെ വിടണ്ട, ഇതാണ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ പണിഷ്മെൻറ്റ്. അപ്പോൾ അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. കേട്ടപാതി മലരും പറയുന്നുണ്ട്, അച്ഛാ വാ അച്ഛാ, ഞാൻ അച്ഛൻ്റെ മേൽ കയറിയിട്ട് വേണം കുതിരസവാരിക്ക് നടത്താൻ വേണ്ടിയിട്ട്, അമ്മ പാവാണ്. ഏയ് അച്ഛനും പാവം തന്നെയാടാ, അമ്മയുടെ മുതുകിൽ കയറിക്കോടാ പ്ലീസ്. മലര് വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പാവാണ്, ഞാൻ അച്ഛൻ്റെ മുതുകിൽ തന്നെയാണ് കയറാൻ വേണ്ടി പോകുന്നത്, നോക്കമ്മാവാ. മലർ അച്ഛൻ പാവമൊന്നുമല്ലടാ, നീ അച്ഛൻ്റെ മേലെ തന്നെ കയറിയാൽ മതി. എന്നിട്ട് സിദ്ധുവിനോട് പറയാണ്, അതാ കുട്ടി പറയുന്ന കേൾക്കുന്നില്ലേ, കയറിക്കൊടുക്ക്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് മാത്രമേ ഒരാണിന് തല ഉയർത്തി നടക്കാൻ പറ്റൂ, അത് കഴിഞ്ഞാൽ പിന്നെ തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ മഹേന്ദ്രൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. സിദ്ധു അത് നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാ, കല്യാണത്തിന് ശേഷം എല്ലാ ആണും പാവം തന്നെയാ. അപ്പോൾ മലര് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മ എല്ലാ വിഷമങ്ങളും നമ്മൾ തന്നെ സഹിക്കണം. ഏട്ടാ ഒരു മൈക്കെടുത്ത് തരട്ടെ, എങ്കിൽ പിന്നെ എല്ലാവരും കേൾക്കാൻ പറയാലോ. അയ്യോ നീ കേട്ടുപോയോ? എന്നിട്ട് സിദ്ധാർത്ഥ മലറിനോട് പറയുന്നുണ്ട്, ശരി മലർ വാ അച്ഛൻ്റെ മുതുകിൽ കയറി കളിക്കാം. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മലർ നീ അച്ഛനെ ഇന്ന് വെറുതെ വിടുകയേ വേണ്ട, അച്ഛൻ്റെ മുതുകൊടിയുന്നത് വരെ കളിച്ചോ. അതെ അതെ, എനിക്ക് നല്ല 8ൻ്റെ പണി തന്നിട്ട് നന്നായിട്ട് പറഞ്ഞു കൊടുക്ക്. മലർ വാ 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 അച്ഛൻ്റെ മുതുകിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ആന കളിക്കാൻ വേണ്ടിയിട്ടില്ലേ, അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു എപ്പിസോഡിൻ്റെ ആവശ്യം എന്താണെന്നാ, വെറുതെ വലിച്ചു നീട്ടുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ മലറിനെ മുതുകി കയറ്റിക്കൊണ്ട് സിദ്ധാർത്ഥ അവിടെ ആന കളിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മലര് വലിയൊരു കുട്ടിയാണെന്നും ആ കുട്ടിയെ എടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമെന്നും ഇവരാരും ചിന്തിക്കുന്നില്ല, ചന്ദ്രിക ഉൾപ്പെടെ. മലറിനെ എടുത്തിട്ട് സിദ്ധാർത്ഥ അങ്ങനെ കുതിരസവാരി നടത്തി കൊടുക്കുകയാണ്. ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വാസു ആ പയ്യനെയും തല്ലിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്, ഇതാരെയാ വാസു ഇങ്ങനെ തല്ലിയിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വിമലിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ നിർത്തിയിട്ട് വാസു പൊതിരെ തല്ലുവാണ്. ഇതാരാണ്, ഇയാൾ എന്തിനാ അച്ഛനിങ്ങനെ തല്ലുന്നത്? സിദ്ധാർത്ഥനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം മഹേന്ദ്ര ചോദിക്കുന്നുണ്ട്, വാസു ഇതാരാ, നീ എന്തിനാ ഇയാളിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്? അളിയാ ഇവൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഇവനെ ഇതുപോലെ തന്നെ തല്ലും. എന്താ അച്ഛാ പറയുന്നത്, ആരാ ഇയാള്? അത് പറഞ്ഞതും വാസു ഒന്നുകൂടി അവൻ്റെ ചെകിട്ടത്തിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. വീണ്ടും വീണ്ടും അവനെ തല്ലിയിട്ട് അവനോട് തന്നെ പറയുന്നുണ്ട്, ഏയ് പറയടാ പറ, നീ ആരാണെന്ന് പറ. സാർ 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 ഞാൻ പറയാം സാർ. കുറേ തല്ലുകൊണ്ടപ്പോൾ വിമൽ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ പേര് വിമൽ, ഞാൻ മേക്കപ്പ് ഷോപ്പ് നടത്തുകയാണ്, എൻ്റെ ഫ്രണ്ടാണ് മേഘ, അവൾ എൻ്റെ അടുത്ത് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു സാർ. മേഘയോ? എന്ത് സഹായം ചോദിച്ചത്? വിമലും അടിച്ചു നിന്നപ്പോഴേക്കും വാസു ഒന്നുകൂടെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏയ് മനസ്സിലാവുന്ന പോലെ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കടാ. പറയാം സാർ. മേഘ വന്നതും മഹേഷിന് സിദ്ധാർത്ഥിൻ്റെ രീതിയിലുള്ള ഫേസ് മാസ്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതും അങ്ങനെ വിമൽ അത് ചെയ്തു കൊടുത്തതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും എല്ലാവർക്കും മുന്നിൽ വിമൽ കുറ്റസമ്മതം നടത്തുവാണ്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞത് എല്ലാവരും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രൻ ചാടി വന്നിട്ട് വാസു തല്ലിയതിൻ്റെ ബാക്കി അയാൾ തല്ലുവാണ്. ഹേ റാസ്കൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതം നശിപ്പിക്കാനാണോ നീ മേഘയുടെ കൂട്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത്? കണ്ടില്ലേ ലക്ഷ്മി, നിന്റെ മകളില്ലേ മേഘ, അവൾ ചെയ്തു വെച്ചത് കണ്ടില്ലേ? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ് ഏട്ടാ, ഒരു കല്യാണക്കത്ത് പോലും കൊടുക്കാതെ സന്തോഷത്തോടു കൂടി കല്യാണത്തിന് പങ്കെടുക്കാൻ മേഘ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അവൾ മനസ്സിൽ എന്തോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. മഹേഷിനെ സിദ്ധാർത്ഥിൻ്റെ രൂപത്തിലാക്കി ചന്ദ്രികയുടെ ജീവിതം നശിപ്പിച്ച് സിദ്ധാർത്ഥിനെ കൊല്ലുകയും അതുവഴി വീണ്ടും ചന്ദ്രികയെയും മഹേഷിനെയും ഒരുമിപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മേഘ ചെയ്ത കാര്യങ്ങൾ കേട്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. മേഘ ഇത്രയും തരംതാണ് ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഏട്ടാ. അവൾ തിരുത്തുകയും മനസ്സ് മാറി നന്നായിട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അവൾ ഒരു കാലത്തും മനസ്സ് മാറി നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്, മേഘ ഒരു കാലത്തും മാറുകയുമില്ല, അവളെ ഒരിക്കലും ആരെയും നന്നാവാൻ അനുവദിക്കുകയുമില്ല എന്ന്. എന്നാ നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു മേഘ നന്നാവുന്നും അവൾ തിരുത്തിയിട്ട് ജീവിതത്തിൽ മുന്നേറും എന്നൊക്കെ. ഇപ്പോൾ മനസ്സിലായില്ലേ, സിദ്ധു അന്ന് ആ സമയത്ത് കൃത്യമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ചന്ദ്രികയുടെ ജീവിതം വീണ്ടും നാശത്തിൽ തന്നെ ചെന്ന് പെടുമായിരുന്നു. ലക്ഷ്മി തൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് തലയാട്ടുവാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മേഘയെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ ആരും കരുതരുത്, അവളെ ഇനിയും വെറുതെ വിടുന്നത് തെറ്റാണ് മാമ, ആദ്യം പോലീസിൽ ഇൻഫോം ചെയ്ത് അവളെ പിടിക്കാനുള്ള വഴി നോക്ക്. മഹേന്ദ്രനും അത് സമ്മതിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മഹേഷൊക്കെ വെറും അമ്പാണ്, മേഘയാണ് അത് എഴുത ആള്, ആദ്യം അവളെ വേണം പിടിക്കാൻ. അപ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിലൂടെ മേഘയ്ക്ക് എന്താ ഇത്രമാത്രം സന്തോഷം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേഘയെക്കുറിച്ച് ആലോചിക്കും തോറും എനിക്ക് വല്ലാത്ത സങ്കടവും വിഷമമൊക്കെ തോന്നുവാണ്.
അപ്പോൾ ലക്ഷ്മിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മേഘയെ എനിക്ക് ഇപ്പം തന്നെ കാണണം, എന്തിനു വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് നേരിട്ട് തന്നെ ചോദിക്കണം. ചന്ദ്രിക, നീയും കൂടി എൻ്റെ കൂടെ വാ. അപ്പോൾ തന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ ലക്ഷ്മി ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകുന്നത്? അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. നീ അവളെ കാണാൻ വേണ്ടി തനിച്ച് പോവേണ്ട ആവശ്യമില്ല. ഇനി അവളുടെ കാര്യം പോലീസ് നോക്കിക്കോളും. ഇല്ല ഏട്ടാ, അവളെ എൻ്റെ ജീവൻ്റെ ജീവനായി കരുതി മാറിലും തോളിലും തൂക്കി വളർത്തിയൊരു ആളാണ് ഞാൻ, അമ്മയാണ് ഞാൻ. അവളെ എൻ്റെ കൺമുന്നിൽ നിർത്തി ചോദ്യം ചോദിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അതിനു മാത്രം ഞാൻ അവളെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചന്ദ്രിക, നീയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി രണ്ടും കൽപ്പിച്ചിട്ട് ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് പോവാണ്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ലക്ഷ്മി പോകുന്നത്. ഏട്ടത്തി, ജാനകി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് അമ്മയെ അനുസരിച്ചുകൊണ്ട് അമ്മയ്ക്ക് പിന്നാലെ പോവുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടാ, മേഘയെ വെറുതെ വിടാൻ പാടില്ല. ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് മേഘയെ പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യേ. ജാനകി പറഞ്ഞത് പ്രകാരം മഹേന്ദ്രൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് മേഘയെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. എല്ലാവരും ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ സിദ്ധുവിനോട് പറയുന്നുണ്ട്, എന്തായിരിക്കും സിദ്ധു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മേഘ? അപ്പോൾ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്, സിദ്ധു, നീയും ചന്ദ്രികയും ഒരു കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവളെ പോലീസ് പിടിക്കുന്നത് വരെ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിൽക്കണം. അവളെ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മേഘയും മഹേഷും ഈ ജന്മത്ത് പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ചെയ്യും. സിദ്ധു രണ്ടുപേർക്കും മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അവനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും ചന്ദ്രികയാണെങ്കിൽ മേഘയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവളവിടെ നിലത്തിരുന്നിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രികയെ ലക്ഷ്മിയും കണ്ടപ്പോൾ മേഘയെ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അറിഞ്ഞിട്ടാണ് ഇവർ വന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ടും മേഘ അതൊന്നും മുഖത്ത് കാണിക്കുന്നില്ല. അവൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, എന്താ കാര്യം? എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത്? കേട്ട പാതി ലക്ഷ്മി മേഘയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഡീ, എന്തൊക്കെ തെറ്റുകളാണ് നീ എന്നോട് ചെയ്തത്? എത്രമാത്രമാണ് നീ എന്നെ ചതിച്ചിട്ടുള്ളത്? അപ്പോഴൊക്കെ ഞാൻ നിനക്ക് മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നീ മനസ്സ് മാറി നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ ഇത്രയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും നീ നന്നായിട്ടുമില്ല, മാറിയിട്ടുമില്ല. എൻ്റെ സ്വന്തം വയറ്റിൽ ജനിച്ച മകളായ ചന്ദ്രികയ്ക്ക് പോലും ഞാൻ ഇത്രയൊന്നും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. എന്നാ നീ എൻ്റെ വയറ്റിലല്ല ജനിച്ചത് എന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് എഴുതിത്തരാൻ ഞാൻ തയ്യാറായി. എന്നിട്ട് ഒക്കെ നശിപ്പിച്ച് നീ ഞങ്ങളുടെ കുടുംബത്തെ നടുത്തെരുവിലാക്കി. അതും ഞങ്ങൾ സഹിച്ചു. എന്നിട്ടിപ്പോൾ അതൊന്നും പോരാഞ്ഞ് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നീ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചതായിരുന്നോ? ഓരോരോ കാര്യങ്ങൾ എണ്ണി ചോദിച്ചിട്ടാണ് ലക്ഷ്മി മേഘയെ വഴക്ക് പറയുന്നത്. മേഘയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ കേട്ട് നിൽക്കുവാണ്. അത്രയും ലക്ഷ്മി പറഞ്ഞിട്ടും എന്തിനാണ് അവർ തന്നെ വഴക്ക് പറയുന്നതെന്ന് മേഘയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ലക്ഷ്മി ചോദിക്കുകയാണ്, മഹേഷിനെ എന്തിനാണ് നീ സിദ്ധാർത്ഥിൻ്റെ രൂപത്തിലാക്കിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പറഞ്ഞു വിട്ടത്? സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത് മേഘയ്ക്ക് മനസ്സിലായി. അവൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. താനാണ് ഇതിന് പിന്നിലെന്ന് അവർക്ക് മനസ്സിലായെന്ന് വ്യക്തമായിട്ട് മേഘ വിട്ടുകൊടുക്കുന്നില്ല. മേഘ ചോദിക്കുകയാണ്, എന്തൊക്കെ വിഡിത്തങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനൊന്നും അല്ല മഹേഷിനെ സിദ്ധാർത്ഥിൻ്റെ രൂപത്തിലാക്കി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. നിങ്ങൾ തന്നെ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ചിട്ട് ഓരോന്ന് വെട്ടിത്തുറന്ന് പറയാൻ വേണ്ടി നിൽക്കേണ്ട. ഞാൻ എനിക്ക് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല. എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ വെറുതെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്നാണോ നീ ചിന്തിക്കുന്നത്? കൃത്യമായ തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്തായിരിക്കുമെന്നായിരിക്കുമല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? നീ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം. നിൻ്റെ ഫ്രണ്ടില്ലേ, ആ മേക്കപ്പ് മാന് വിമൽ, അവനെ പിടിച്ചു കഴിഞ്ഞു. അത് കേട്ടതും മേഘ ശരിക്കും ഞെട്ടിപ്പോയി. അതവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഒരുപക്ഷെ മഹേഷിനെ പിടിച്ചാൽ പോലും മഹേഷ് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്നായിരുന്നു മേഘ കരുതിയത്. അപ്പോൾ മേഘയുടെ മുഖത്തുള്ള ഭാവമാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണ് ലക്ഷ്മിയും ചന്ദ്രികയും ചേർന്നിട്ട്. അപ്പോൾ മേഘ ഇങ്ങനെ പേടിച്ച് നിന്നപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നീയാണ് മഹേഷിനെയും കൂട്ടി അവൻ്റെ അടുത്ത് പോയിട്ട് സിദ്ധാർത്ഥിൻ്റെ പോലെ മാസ്ക് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് അല്ലേ? അത് പറഞ്ഞു തീർന്നത് ലക്ഷ്മി വീണ്ടും മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക ഒന്നും എതിർക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൾ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് വീണ്ടും മേഘയുടെ ചെകിട്ടത്ത് പൊട്ടിച്ചടിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, എടി ദുഷ്ടേ, ക്രൂരേ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് നിനക്ക് മനസ്സ് വന്നത്? ഈ നിമിഷം വരെ ഞാൻ കരുതിയത് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളൊക്കെ മഹേഷിൻ്റെ തലയിൽ നിന്നും വന്നതായിരിക്കും, അവനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ്. പക്ഷേ ഇന്നാണ് ഈ സത്യം തിരിച്ചറിഞ്ഞത്. എല്ലാത്തിനും പിന്നിൽ നീയാണെന്ന സത്യം. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതിനു മാത്രം ചന്ദ്രിക നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളത്? സ്വപ്നത്തെ പോലും നിന്നെ ദ്രോഹിക്കണമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള അവൾക്ക് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത്? മേഘ ഒന്നും പറയാതെ ചന്ദ്രികയെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. നിന്നെക്കുറിച്ച് ആലോചിക്കും തോറും എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുവാണ്. ലക്ഷ്മി മേഘയോട് പറയാണ്,
നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഇത്രയും കാലം ഞാൻ വളർത്തി വലുതാക്കിയതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോടാണ് നാണക്കേട് തോന്നുന്നത്. ഞാൻ വളർത്തിയ മകൾ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല നാണക്കേട്, നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൂടിയാണ്. ഇങ്ങനെ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ നിന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ പോലും എല്ലാവരും മോശമായിട്ടാണ് കരുതുള്ളൂ. നീ പഠിച്ച ഒരു പെണ്ണാണ്, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സത്യത്തിൽ ഞാനൊന്നും ചിന്തിച്ചത് പോലുമില്ല. നിനക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു പഠിപ്പും അറിവുള്ളൊരു വ്യക്തിയാണ് നീ. ചന്ദ്രികയ്ക്ക് മറുപടിയൊന്നും കൊടുക്കുന്നില്ല മേഘ, ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുന്നു എന്നല്ലാതെ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, നീ നിൽക്കേണ്ട സ്ഥലം ഇവിടെയല്ല, ജയിലാണ്. അത് കേട്ടതും മേഘ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയും നിന്നെ ഇതുപോലെ പുറത്തേക്കാക്കി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങളായിരിക്കും ഇനി നീ ചെയ്യുക. വാടി എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നും പറഞ്ഞിട്ട് മേഘയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് ലക്ഷ്മി. ലക്ഷ്മി ബലത്തോടെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അമ്മ അമ്മ കൈവിടമ്മ, കൈവിടമ്മ, കൈവിട്. ഏയ് എന്നെ അമ്മ എന്നൊന്നും നീ വിളിക്കരുത്. നീ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. അമ്മ കൈവിടമ്മ, മേഘ വീണ്ടും പറയുന്നുണ്ട്. അമ്മ വിടമ്മ, വിട്. ഇല്ലമ്മ, നിന്നോടല്ലേ പറഞ്ഞത് വരാൻ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി നല്ല ദേഷ്യത്തിലാണുള്ളത്. അമ്മ ഞാൻ ഒരു തെറ്റു ചെയ്തിട്ടില്ല. അമ്മ പ്ലീസ് എന്നെ വിശ്വസിക്ക്. നീ പറയുന്ന കള്ള ഇനിയും ഞാൻ വിശ്വസിക്കുന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. ഇനി ഞാൻ നിന്നെ വെറുതെ വിടുന്നു നീ കരുതണ്ട. നിന്നെ ഇപ്പോൾ കയ്യോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവരുടെ മുന്നിൽ നിന്നെ സറണ്ടർ ആക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എൻ്റെ കൂടെ വാ, വരാൻ, നിന്നോടാ വരാൻ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ബലത്തോടെ പിടിക്കുകയാണ്. കൈ വിടമ്മ, കൈ വിട്. മേഘ ആവുന്നത് പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയാണെങ്കിൽ മുറുക്കെ പിടിക്കുന്നത് കൊണ്ട് തന്നെ മേഘ മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവളുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലൊരു ബലപ്രയോഗമുണ്ട്. ചന്ദ്രയ്ക്ക് പോയിട്ട് അമ്മയെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിലും അമ്മ എന്തെങ്കിലും ദേഷ്യപ്പെടുമോ എന്ന് കരുതിയിട്ട് അവൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ലക്ഷ്മിയാണെങ്കിൽ ആ ഒരു മുറുക്കെ പിടിച്ചത് കാരണം മേഘ അവരുടെ കൈ കുതറി വിടിയിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശക്തിയായിട്ട് ശ്രമിച്ചത് കൊണ്ട് തന്നെ ലക്ഷ്മി പെട്ടെന്ന് അതായത് കൈ വിട്ടുപോവുകയും ചെയ്തു. ലക്ഷ്മി പെട്ടെന്ന് തറയിലേക്ക് നിലത്തേക്ക് വീഴുകയാണ്. അവരുടെ തല അടിച്ചിട്ടാണ് അവർ വീഴുന്നത്. അത് കണ്ടത് ചന്ദ്രിക ശരിക്കും ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് മേഘയെ നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് കാരണം മേഘയും ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അവളും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.